+1 അക്കൗണ്ടൻസിയിലെ ആദ്യ 4 ചാപ്റ്ററുകൾ നമ്മൾ ആൾറെഡി പൂർത്തിയാക്കി കഴിഞ്ഞു. അക്കൗണ്ടിങ്ങിൻ്റെ സ്വഭാവവും ഒരു ബിസിനസ്സിൽ നടക്കുന്ന മുഴുവൻ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനെയും ഏത് രീതിയിലാണ് വിവിധ അക്കൗണ്ടുകളിൽ രേഖപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഓരോ ട്രാൻസാക്ഷനും ജേണലിലോ അല്ലെങ്കിൽ മറ്റു സ്പെഷ്യൽ ജേണലുകളിലോ രേഖപ്പെടുത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. നമ്മൾ ഇന്ന് 5ാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ചാപ്റ്ററിൻ്റെ പേര് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ബിസിനസ് ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുക, അതിനെ ക്ലാസിഫൈ ചെയ്യുക, അതിനെ സമ്മറൈസ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള ബേസിക് അക്കൗണ്ടിങ് വർക്കുകളുമായിട്ട് ബന്ധമുള്ള ഒരു ഏരിയ അല്ല നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതേസമയം നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെട്ട ക്യാഷ് ട്രാൻസാക്ഷനുകളുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാനാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിക്കുന്നത്. എവരി ബിസിനസ് ഓർഗനൈസേഷൻസ് കീപ്പ് എ റെക്കോർഡ് ഓഫ് ദെയർ ക്യാഷ് ആൻഡ് ബാങ്ക് ട്രാൻസാക്ഷൻ ഇൻ എ ക്യാഷ് ബുക്ക്. എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും ആ സ്ഥാപനത്തിൻ്റെ എല്ലാ ക്യാഷ് ഇടപാടുകളും ബാങ്ക് ഇടപാടുകളും ഒരു ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി, ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ എല്ലാ ക്യാഷ് റെസിപ്റ്റുകളും ക്യാഷ് പേയ്മെൻറ്റുകളും രേഖപ്പെടുത്തുന്നു. The cash book also serves the purpose of both the cash account and bank account and shows the balance of both at the end of the period. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഒരു ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ജേണലുമാണ്, അതോടൊപ്പം ഒരു ലെഡ്ജറുമാണ്. അഥവാ ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ക്യാഷ് കോളം ക്യാഷ് അക്കൗണ്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, അതിൻ്റെ ബാങ്ക് കോളം ബാങ്ക് അക്കൗണ്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓരോ ഫിനാൻഷ്യൽ പീരിയഡിൻ്റെയും അവസാനത്തിൽ ഈ ക്യാഷ് കോളവും ബാങ്ക് കോളവും നമ്മൾ ബാലൻസ് ചെയ്യുന്നുണ്ട്. ആ ക്യാഷ് കോളത്തിൻ്റെയും ബാങ്ക് കോളത്തിൻ്റെയും ബാലൻസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് ആണ്. ബിസിനസ്സിൻ്റെ കയ്യിൽ എത്ര ക്യാഷ് ഉണ്ട്, ബിസിനസ്സിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര ക്യാഷ് ഉണ്ട് എന്നാണ് ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ക്യാഷ് കോളം ബാലൻസും അതുപോലെ ബാങ്ക് കോളം ബാലൻസും റെപ്രസെൻ്റ് ചെയ്യുന്നത്. Okay. Once the cash book has been balanced, it is usual to check its details with the records of firm's bank transactions as recorded by the bank. To enable this check, the cashier needs to ensure that the cash book is completely up to date and a recent bank statement or bank passbook has been obtained from the bank. ക്യാഷ് ബുക്ക് ബാലൻസ് ചെയ്ത് നമ്മുടെ ക്യാഷ് കോളത്തിൻ്റെ ബാലൻസും ബാങ്ക് കോളത്തിൻ്റെ ബാലൻസും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ക്യാഷ്യർ സാധാരണഗതിയിൽ ചെയ്യുന്ന ഒരു വർക്കാണ് നമ്മുടെ ബാങ്ക് പാസ്ബുക്കുമായിട്ട് ഈ ബാങ്ക് കോളത്തിലുള്ള ബാലൻസിനെ ഒന്ന് താരതമ്യം ചെയ്യുക. ബിസിനസ് കീപ്പ് ചെയ്യുന്ന ക്യാഷ് ബുക്കിൻ്റെ ബാങ്ക് കോളം ബാലൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, നമ്മളോട് പറയുന്നത് ഇറ്റ് ഈസ് ദ ബാലൻസ് ഓഫ് ക്യാഷ് അറ്റ് ബാങ്ക്. നമ്മുടെ ഈ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഫണ്ട് എത്രമാത്രം ബാങ്കിലുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ബാലൻസ് കറക്റ്റാണോ എന്ന് ബാങ്കിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അഥവാ ബാങ്ക് പാസ്ബുക്കിലെ ബാലൻസുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യേണ്ടതുണ്ട്, താരതമ്യം ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ബാങ്കിലുള്ള എല്ലാ ഡെപ്പോസിറ്റുകളും എല്ലാ പേയ്മെൻറ്റുകളും കറക്റ്റായിട്ട് തന്നെ ബാങ്ക് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ, ഇല്ലെങ്കിൽ എന്തൊക്കെയാണ് വിട്ടുപോയിട്ടുള്ളത്, പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ബാങ്കിൽ എൻട്രി വരാത്ത പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പരിശോധിക്കാറുണ്ട് നമ്മുടെ ക്യാഷ്യർക്ക്. അതിന് വേണ്ടത് എന്തൊക്കെയാണ്? നമ്മൾ ഫുള്ളായി എല്ലാ എൻട്രീസും പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിലിരിക്കുന്ന ക്യാഷ് ബുക്കും നമുക്ക് ബാങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള പാസ്ബുക്കിലുള്ള എൻട്രീസും കറക്റ്റായിട്ട് ക്യാഷ്യറുടെ കയ്യിൽ വേണം. ഓക്കെ. എ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് or a bank passbook is a copy of a bank account as shown by the bank records. ഒരു ബിസിനസ്സിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ബാങ്കിലേക്ക് ആ ബിസിനസ് അല്ലെങ്കിൽ വ്യക്തി ഡെപ്പോസിറ്റ് ചെയ്യുന്ന എല്ലാ എമൗണ്ടുകളും ബാങ്ക് അതിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നു. അതുപോലെ ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ബിസിനസ് നടത്തുന്ന അല്ലെങ്കിൽ ആ വ്യക്തി നടത്തുന്ന എല്ലാ പേയ്മെൻറ്റുകളും ബാങ്കിൻ്റെ കയ്യിലുള്ള
ആ വ്യക്തിയുടെ പേരിലുള്ള അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ പേരിലുള്ള അക്കൗണ്ടിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നു. അപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അഥവാ ബാങ്ക് പാസ്ബുക്ക് എന്ന് പറഞ്ഞാൽ ബാങ്കിൻ്റെ കയ്യിലുള്ള ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഈ കസ്റ്റമറുടെ എന്തെല്ലാം ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്തി ആ കസ്റ്റമർക്ക് അല്ലെങ്കിൽ ബിസിനസ്സിന് നൽകുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ അതിനെ പാസ്ബുക്ക് എന്ന് പറയുന്നുണ്ട്. ദ എമൗണ്ട് ഓഫ് ബാലൻസ് ഷോൺ ഇൻ ദ പാസ്ബുക്ക് or the bank statement must tally with the balance as shown in the cash book. ബാങ്ക് പാസ്ബുക്കിൽ കാണുന്ന ബാലൻസ് ഓഫ് ക്യാഷ് അറ്റ് ബാങ്ക് ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ദ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ബാങ്ക് കോളം ഇൻ എ ഡബിൾ കോളം ക്യാഷ് ബുക്ക് കെപ്റ്റ് ബൈ ദ ബിസിനസ്. ബിസിനസ് സൂക്ഷിക്കുന്ന ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ബാങ്ക് കോളത്തിൻ്റെ ബാലൻസ് എല്ലായ്പ്പോഴും സാധാരണഗതിയിൽ ബാങ്ക് പാസ്ബുക്ക് കാണിക്കുന്ന ബാങ്ക് ബാലൻസിന് തുല്യമായിരിക്കും. ബട്ട് ഇൻ പ്രാക്ടീസ് ദീസ് ആർ യൂഷ്വലി ഫൗണ്ട് ടു ബി ഡിഫറെൻറ്റ്. ഹെൻസ് വി ഹാവ് ടു അസർട്ടൈൻ ദ കോസസ് ഓഫ് സച്ച് ഡിഫറൻസസ് ബിറ്റ്വീൻ ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആൻഡ് ബാങ്ക് പാസ്ബുക്ക്. സാധാരണഗതിയിൽ അങ്ങനെ ഈക്വൽ ആയിരിക്കുമെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ബിസിനസ്സിൻ്റെ ക്യാഷ് ബുക്കിലെ ബാങ്ക് ബാലൻസും പാസ്ബുക്ക് കാണിക്കുന്ന ബാങ്ക് ബാലൻസും പല കാരണങ്ങൾ കൊണ്ട് വ്യത്യസ്തമാവാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ കാരണങ്ങൾ, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇത് രണ്ടും വ്യത്യാസം കാണിക്കുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഇത് ഇങ്ങനെ പഠിച്ച് പരീക്ഷയ്ക്ക് എഴുതേണ്ട ഒരു സംഭവമല്ല, മറിച്ച് നമുക്കൊരു ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഈ ക്യാഷ് ബുക്കിൻ്റെ ബാങ്ക് കോളവും പാസ്ബുക്കിലെ ബാങ്ക് ബാലൻസും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. അത് കൃത്യമായി അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള ആ വർക്കുകൾ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്യാഷ് ബുക്കും പാസ്ബുക്കും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുന്നതിന് വേണ്ടി ചെറിയൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. നമുക്കിവിടെ ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്ക് ഉണ്ട്, അതേപോലെ ഒരു പാസ്ബുക്കിൻ്റെ കോപ്പി ഉണ്ട്. ഡബിൾ കോളം ക്യാഷ് ബുക്ക് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. നമ്മളിവിടെ ബാങ്ക് കോളം മാത്രമാണ് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് എടുക്കുന്നത്. ദെൻ പാസ്ബുക്കിൻ്റെ ഒരു ഫോർമാറ്റ്, പല ഫോർമാറ്റിൽ പാസ്ബുക്ക് കാണും. ഒരു ബേസിക് ഫോർമാറ്റാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ചെക്ക് നമ്പർ, ഡെപ്പോസിറ്റ്, വിഡ്രോവൽ, ബാലൻസ് ആൻഡ് റിമാർക്സ്. പാസ്ബുക്ക് എന്ന് പറഞ്ഞാൽ ബാങ്കിലുള്ള നമ്മുടെ അക്കൗണ്ടിൻ്റെ എൻട്രീസ് രേഖപ്പെടുത്തിയിട്ടുള്ള കസ്റ്റമർക്ക് കൊടുക്കുന്ന അഥവാ നമുക്ക് കിട്ടുന്ന ഒരു കോപ്പിയാണ്. ബാങ്ക് അക്കൗണ്ടിൻ്റെ ബാങ്ക് രേഖപ്പെടുത്തിയ ട്രാൻസാക്ഷൻ്റെ ഒരു കോപ്പി നമുക്ക് സപ്ലൈ ചെയ്യുന്നതാണ് പാസ്ബുക്ക് അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ട്രാൻസാക്ഷൻ എടുക്കുക. ജനുവരി 1 ഓപ്പൺ ദ ബാങ്ക് അക്കൗണ്ട് വിത്ത് SBI ₹50,000. ജനുവരി 1 SBIയിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. നമ്മുടെ ബിസിനസ്സിലിരിക്കുന്ന ക്യാഷ് ബുക്കിൽ, ബിസിനസ്സിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ ക്യാഷ് ബുക്കിൽ ഇതെങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇത് ബാങ്കിൽ ക്യാഷ് റെസിപ്റ്റാണ്. നമ്മൾ ഈ എക്സാമ്പിളിന് വേണ്ടി ബാങ്ക് കോളം മാത്രമാണ് എൻട്രി നടത്തുന്നുള്ളൂ, അതുകൊണ്ട് കോൺട്രാ എൻട്രി ഒന്നും ഇവിടെ കാണാൻ കഴിയില്ല. ജനുവരി 1 റെസിപ്റ്റ് സൈഡിൽ ടു ക്യാഷ് ബാങ്ക് കോളത്തിൽ 50,000 രൂപ, ബാങ്കിൽ 50,000 രൂപ റെസിപ്റ്റാണ്. ദെൻ അതേസമയം നമ്മുടെ പാസ്ബുക്കിൽ ഇതിനെ ബാങ്ക് എങ്ങനെയായിരിക്കും എൻ്റർ ചെയ്യുന്നത്? ജനുവരി 1 ബൈ ക്യാഷ്, ഡെപ്പോസിറ്റിൽ 50,000, ബാലൻസ് 50,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. ടോട്ടൽ ബാലൻസ് ഉള്ളത് 50,000 രൂപ. ഇതിനടുത്തൊരു ട്രാൻസാക്ഷൻ നോക്കാം. ജനുവരി 2 പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ചെക്ക്, ചെക്ക് നമ്പർ 1024 ₹10,000. ജനുവരി 2 10,000 രൂപ കൊടുത്തിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു നമ്മുടെ ബിസിനസ്. ഇത് പേയ്മെൻ്റ് ആണ്, ചെക്കാണ് കൊടുത്തത്. പേയ്മെൻറ്റിൽ ജനുവരി 2 ബൈ പർച്ചേസസ് ₹10,000 എന്ന് നമ്മുടെ ക്യാഷ് ബുക്കിൻ്റെ ബാങ്ക് കോളത്തിൽ, ബാങ്കിൽ നിന്നാണ് പേയ്മെൻറ്റ്, അതുകൊണ്ട് ബാങ്ക് കോളത്തിൽ രേഖപ്പെടുത്തി. അപ്പോൾ പർച്ചേസിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ചെക്ക് കിട്ടിയ ആ സപ്ലയർ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും അത് കളക്ട് ചെയ്യും. നമ്മളിവിടെ ജനുവരി 2 തന്നെ ആ ചെക്ക് കിട്ടിയ ആളെ എമൗണ്ട് കളക്ട് ചെയ്തു. ടു ചെക്ക് നമ്പർ 1024. വിഡ്രോവൽസ് കോളത്തിൽ 10,000 രൂപ. ദെൻ ബാലൻസ് 40,000 രൂപ. 50,000 മൈനസ് വിഡ്രോവൽ 10,000, ബാലൻസ് 40,000. അതിനടുത്തൊരു ട്രാൻസാക്ഷൻ നോക്കുക. ജനുവരി 3 റിസീവ്ഡ് എ ചെക്ക് ഫ്രം മനു ആൻഡ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്, ചെക്ക് നമ്പർ
0767 rupees 5,000. മനു എന്ന് പറയുന്ന ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് നമ്മുടെ ബിസിനസ്സിലേക്ക് 5,000 രൂപയുടെ ചെക്ക് കിട്ടി. ആ ചെക്ക് കിട്ടിയ അതേ ദിവസം തന്നെ അത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിനെ സംബന്ധിച്ച് അതൊരു ക്യാഷ് റെസിപ്റ്റ് ആണല്ലോ. ക്യാഷ് അറ്റ് ബാങ്ക് ഇൻക്രീസ് ചെയ്യാണ്. അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു. ഇവിടെ ജനുവരി 3 ടു മനു ബാങ്ക് കോളത്തിൽ 5,000. ബാങ്കിലാണ് ക്യാഷ് റെസിപ്റ്റ്, അതുകൊണ്ട് നമ്മളിത് ബാങ്ക് കോളത്തിൽ രേഖപ്പെടുത്തുന്നു. ആ സമയം പാസ്ബുക്കിൽ എന്താ സംഭവിക്കുന്നത്? ജനുവരി 3 ബൈ ചെക്ക് 0767 ചെക്ക് നമ്പർ, ഡെപ്പോസിറ്റിൽ 5,000, ബാലൻസ് 45,000. then അടുത്തൊരു ട്രാൻസാക്ഷൻ നോക്കുക. ജനുവരി 31 ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ബൈ ഷമീർ എ കസ്റ്റമർ rupees 4,000. നമ്മുടെ ബിസിനസ്സിലേക്ക് ക്യാഷ് തരാനുള്ള ഷമീർ എന്ന് പറയുന്ന ഒരു കസ്റ്റമർ 4,000 രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ചെയ്തു. ഈ വിവരം ആ കസ്റ്റമർ നമ്മളെ വിളിച്ചറിയിക്കുമ്പോൾ നമ്മളിത് ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തുന്നു. ടു ഷമീർ ബാങ്ക് കോളത്തിൽ rupees 4,000. ദെൻ പാസ്ബുക്കിൽ എന്ത് സംഭവിക്കുന്നു? ജനുവരി 31 ബൈ ഷമീർ rupees 4,000, ബാലൻസ് rupees 49,000. ഇപ്പോൾ പാസ്ബുക്ക് അനുസരിച്ച് ബാങ്ക് ബാലൻസ് എത്രയുണ്ട്? 49,000 രൂപയുണ്ട്. ദെൻ ഇവിടെ ജനുവരി 31 നമ്മൾ ഈ ക്യാഷ് ബുക്കിനെ ഒന്ന് ക്ലോസ് ചെയ്ത് ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്യുമ്പോൾ നമ്മൾ ഡെബിറ്റ് സൈഡിൽ കൂടുതലുള്ള ഭാഗം 59,000 രൂപ. ദെൻ ഇതിൻ്റെ ബാലൻസ് ക്യാരി ഡൗൺ ജനുവരി 31 ക്യാഷ് ബുക്കിൻ്റെ ബാങ്ക് കോളത്തിൻ്റെ ബാലൻസ് 49,000 രൂപയാണ്, അഥവാ ക്യാഷ് അറ്റ് ബാങ്ക്. ജനുവരി 31 നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ 49,000 രൂപ ബാലൻസ് ഉണ്ട്. അടുത്ത ഫെബ്രുവരി 1 അത് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ക്യാഷ് ബുക്കിൻ്റെ റെസീപ്റ്റ് സൈഡിൽ കാണും. ഓക്കെ, ഇവിടെ ബാലൻസ് ക്യാരി ഡൗൺ 49,000 രൂപ, അഥവാ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ബാങ്ക് അക്കൗണ്ട് ആസ് ഓൺ ജനുവരി 31. ജനുവരി 39 49,000 രൂപ ബാങ്ക് ബാലൻസ് ഉണ്ട്. നമ്മുടെ പാസ്ബുക്കിലും എന്ത് ചെയ്യുന്നു? ഇതേ 49,000 രൂപ ബാലൻസായി കാണിക്കുന്നു. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ക്യാഷ് ബുക്കിൻ്റെ ബാങ്ക് കോളം കാണിക്കുന്ന ബാലൻസ് പാസ്ബുക്കിൽ കാണുന്ന ബാങ്ക് ബാലൻസിന് തുല്യമായിരിക്കും സാധാരണഗതിയിൽ. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് അത് വ്യത്യസ്തമാകാറുണ്ട്. പല കാരണങ്ങൾ എന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഷമീർ എന്ന് പറയുന്ന ഈ കസ്റ്റമർ ഡയറക്റ്റ് ഡെപ്പോസിറ്റ് നടത്തി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ജനുവരി 31. ജനുവരി 31 കറക്റ്റ് ബാങ്ക് എന്ത് ചെയ്യും? ബാങ്കിൽ ക്യാഷ് വന്നു കഴിഞ്ഞാൽ ഉടൻ നമ്മുടെ ബാങ്കിലുള്ള നമ്മുടെ പേരിലുള്ള അക്കൗണ്ടിൽ ഈ 4,000 രൂപ രേഖപ്പെടുത്തും. ബാലൻസ് 49,000 രൂപയായി മാറും. അപ്പോൾ ഡയറക്റ്റ് ഡെപ്പോസിറ്റ് നടത്തിയ ഈ ഷമീർ എന്ന് പറയുന്ന കസ്റ്റമർ ഈ വിവരം നമ്മുടെ ബിസിനസ്സിൽ അറിയിച്ചിട്ടില്ലെങ്കിൽ ഈ ജനുവരി 31 എൻട്രി ഇവിടെ പ്രത്യക്ഷപ്പെടില്ല. ഇവിടെ നമ്മൾ എഴുതാൻ വിട്ടുപോകും. ആ സമയത്ത് നമ്മൾ ഇത് ബാലൻസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? നമ്മുടെ ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് 49,000 നിന്നും 4,000 രൂപ കുറവായിരിക്കും, അഥവാ 45,000 രൂപ മാത്രമേ കാണുള്ളൂ. ആ സമയത്താണ് നമ്മൾ ഇത് രണ്ടും പരിശോധിക്കുന്നതെങ്കിൽ ക്യാഷ് ബുക്ക് കാണിക്കുന്ന ബാങ്ക് ബാലൻസ് പാസ്ബുക്കിലുള്ള ബാങ്ക് ബാലൻസുമായിട്ട് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പം നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ഓഡിറ്റ് സമയത്ത് അതിന് ആവശ്യമായിട്ടുള്ള ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ആയിട്ട് ഈ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത്, എന്താണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നൊക്കെ ഒന്ന് നോക്കാം. എ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ടു റീകൺസിൽ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ബാങ്ക് ബാലൻസ് ഷോൺ ബൈ ദ ക്യാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക്. ക്യാഷ് ബുക്കിൻ്റെ ബാങ്ക് കോളത്തിൽ കാണുന്ന ബാങ്ക് ബാലൻസും പാസ്ബുക്കിലെ ബാങ്ക് ബാലൻസും തമ്മിലുള്ള വ്യത്യാസം അതിനെ റീകൺസിൽ ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ക്യാഷ് ബുക്കിൻ്റെ ബാങ്ക് കോളം കാണിക്കുന്ന ബാങ്ക് ബാലൻസും പാസ്ബുക്കിൽ അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ കാണുന്ന ബാങ്ക് ബാലൻസും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ വ്യത്യാസങ്ങൾ, അതിനെ ഒന്ന് കൂട്ടിമുട്ടിക്കാനുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. കോസസ് ഓഫ് ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ക്യാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക് ബാലൻസ്. നമ്മൾ പറഞ്ഞു ക്യാഷ് ബുക്കിൻ്റെ ബാങ്ക് കോളം കാണിക്കുന്ന ബാങ്ക് ബാലൻസും പാസ്ബുക്കിൽ കാണുന്ന ബാങ്ക് ബാലൻസും തമ്മിൽ പല കാരണങ്ങൾ കൊണ്ട് വ്യത്യാസമുണ്ടാകാം. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്? നമ്മൾ ബേസിക് ആയിട്ട് ഇതിന് 2 കാരണങ്ങളാണുള്ളത്. അതിൽ ഫസ്റ്റ് കാരണമാണ് ഡിഫറൻസസ് കോസ്ഡ് ബൈ ദ ടൈം ഗ്യാപ്പ് ഇൻ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ്. ബാങ്കും ബിസിനസ്സും
ഒരേ ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുന്ന ആ സമയത്തുണ്ടാകുന്ന വ്യത്യാസം കൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള വേരിയേഷൻസ് ഉണ്ടാവാം. അതുപോലെ ഡിഫറൻസസ് കോസ്ഡ് ബൈ കമ്മിറ്റിംഗ് എറേഴ്സ് ഇൻ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ്. ബാങ്ക് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ആ സമയത്ത് ബിസിനസ്സിലോ അല്ലെങ്കിൽ ബാങ്കിലോ സംഭവിച്ചേക്കാവുന്ന പിഴവുകൾ കൊണ്ടുണ്ടാകുന്ന വ്യത്യാസങ്ങളും ഉണ്ടായേക്കാം. അപ്പോൾ നമുക്ക് ആ കാരണങ്ങളെ ഒന്ന് വിശദമായിട്ട് നോക്കാം. കോസസ് ഓഫ് ഡിഫറൻസസ് ഓഫ് ടൈം ഗ്യാപ്പ് ആർ ആസ് ഫോളോസ്. ബാങ്ക് പാസ്ബുക്കും ബിസിനസ്സിൻ്റെ ക്യാഷ് ബുക്കിലെ ബാങ്ക് ബാലൻസും തമ്മിലുള്ള വ്യത്യാസങ്ങളുടെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ്: ഒന്ന്, ചെക്സ് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. ബിസിനസ്സിൽ നിന്നും ഒരു സപ്ലയർക്ക് ഒരു ചെക്ക് കൊടുത്തു. സപ്ലയർക്ക് നമ്മൾ ക്യാഷ് കൊടുക്കാനുണ്ട്, അപ്പോൾ ആ സപ്ലയർക്ക് ചെക്ക് കൊടുത്തു. ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യാഷ് ബുക്കിൻ്റെ ബാങ്ക് കോളത്തിൽ, പേയ്മെൻറ്റ് സൈഡിലെ ബാങ്ക് കോളത്തിൽ നമ്മൾ ആ കസ്റ്റമറുടെ പേരെഴുതി അത്രയും എമൗണ്ട് പേയ്മെൻറ്റ് കാണിക്കും. അഥവാ നമ്മുടെ കയ്യിലെ ക്യാഷ് ബുക്ക് പ്രകാരം അത്രയും എമൗണ്ട് ബാങ്ക് ബാലൻസ് കുറയും. അതേസമയം ഈ ചെക്ക് കിട്ടിയ സപ്ലയർക്ക് ഈ ചെക്ക് ബാങ്കിൽ കൊടുത്ത് ക്യാഷ് വാങ്ങിക്കാൻ കുറച്ചധികം സമയം ലഭ്യമാണ്. ഒരു 3 മാസത്തിനിടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ചെക്ക് എന്ത് ചെയ്യാം, ബാങ്കിൽ നിന്ന് ക്യാഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചെക്ക് കിട്ടിയ സപ്ലയർ ചിലപ്പോൾ അതേ ദിവസം തന്നെ ബാങ്കിൽ പോയി ക്യാഷ് ചെയ്തോളണമെന്നില്ല, അല്ലെങ്കിൽ ആ ചെക്ക് കളക്ഷന് വേണ്ടി അയച്ചോളണമെന്നില്ല. അപ്പോൾ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ, ബിസിനസ്സിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ക്യാഷ് ബുക്കിൽ ആ ചെക്ക് കൊടുത്ത അതേ ദിവസം തന്നെ പേയ്മെൻ്റ് ആയി കാണിച്ചു. അതേസമയം ഈ സപ്ലയർ എന്നാണോ ബാങ്കിൽ ഈ ചെക്ക് സബ്മിറ്റ് ചെയ്യുന്നത് അന്ന് മാത്രമാണ് ബാങ്കിൽ അത്രയും എമൗണ്ട് കുറയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആ സമയത്ത് ബുക്സ് പരിശോധിച്ച് കഴിഞ്ഞാൽ പാസ്ബുക്കിൽ ബാങ്ക് ബാലൻസ് കൂടിക്കിടക്കുന്നുണ്ടാവും, ക്യാഷ് ബുക്കിലെ കണക്കനുസരിച്ച് ബാങ്ക് ബാലൻസ് കുറവായിരിക്കും. എന്തുകൊണ്ടാണ് കുറവ് വന്നത്? ആ സപ്ലയർ ആ എമൗണ്ട് ബാങ്കിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല. ഓക്കെ, ദെൻ മറ്റൊരു കാരണമാണ് ചെക്സ് പെയ്ഡ് ഇൻ ടു ബാങ്ക് ബട്ട് നോട്ട് കളക്റ്റഡ് ആൻഡ് ക്രെഡിറ്റഡ്. നമ്മുടെ ബിസിനസ്സിലേക്ക് ഏതെങ്കിലും കസ്റ്റമേഴ്സ് തന്ന ഒരു ചെക്കിനെ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ ഉടൻ നമ്മുടെ ക്യാഷ് ബുക്കിൽ എൻട്രി വന്നു. ക്യാഷ് ബുക്കിൽ എന്ത് എൻട്രി വന്നു? ബാങ്ക് കോളത്തിൽ ആ എമൗണ്ട് റിസീപ്റ്റായി കാണിച്ചു. ബാങ്കിൻ്റെ കയ്യിലുള്ള നമ്മുടെ പേരിലുള്ള അക്കൗണ്ടിൽ എന്നാണ് ആ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക? ഈ ചെക്ക് കളക്ഷൻ അയച്ച് ആ കളക്ഷനായി വന്നതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ ബാങ്കിൽ നമ്മുടെ പേരിലുള്ള അക്കൗണ്ടിൽ ആ എമൗണ്ട് രേഖപ്പെടുത്തുള്ളൂ, അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈം ഗ്യാപ്പിനിടക്ക് നമ്മുടെ ക്യാഷ് ബുക്കും പാസ്ബുക്കും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെക്കിൻ്റെ എമൗണ്ട് പാസ്ബുക്കിൽ കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കും ബാങ്ക് ബാലൻസ് ആസ് പെർ പാസ്ബുക്കും വ്യത്യസ്തമായിരിക്കും. ദെൻ മറ്റൊരു കേസാണ് ഡയറക്റ്റ് ഡെബിറ്റ്സ് മെയ്ഡ് ബൈ ദ ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് ദ കസ്റ്റമർ. ഡയറക്റ്റ് ഡെബിറ്റ്സ് എന്ന് പറഞ്ഞാൽ ബാങ്കുകൾ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ധാരാളം സർവീസ് ചാർജുകൾ ഈടാക്കുന്നുണ്ട്. ബാങ്കുകൾ അത് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ക്യാഷ് ആയിട്ടല്ല വാങ്ങുന്നത്, മറിച്ച് എന്ത് ചെയ്യും, അവർ ആ കസ്റ്റമറുടെ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. അഥവാ ആ കസ്റ്റമറെ ഡെപ്റ്ററാക്കും, അല്ലെങ്കിൽ അത്ര എമൗണ്ട് അയാളുടെ അക്കൗണ്ടിൽ നിന്നും മൈനസ് ചെയ്യും. അപ്പോൾ അങ്ങനെ മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ബിസിനസ്സിൻ്റെ ചെക്ക് ബുക്കിന് ഈടാക്കുന്ന ചാർജ് ഒരു വർഷം 500 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ സർവീസ് ചാർജ് ബാങ്ക് നമ്മുടെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്കിലുള്ള കണക്കിൽ അത്രയും എമൗണ്ട് 250 രൂപ മൈനസ് ആയിട്ടുണ്ട്. അതേസമയം നമ്മൾ ബിസിനസ്സിൽ ഈ വിവരം അറിഞ്ഞിട്ടില്ല, അഥവാ നമ്മുടെ ക്യാഷ് ബുക്കിൽ പേയ്മെൻറ്റ് സൈഡിൽ ഈ സർവീസ് ചാർജ് രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഈ ഒരു ടൈം ഇൻ്റർവെല്ലിനിടയ്ക്ക് നമ്മൾ ഈ 2 ബുക്കുകളും, അഥവാ ഒന്ന് ക്യാഷ് ബുക്കും പാസ്ബുക്കും വെച്ച് താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ പാസ്ബുക്ക് അനുസരിച്ച് നമ്മുടെ ബാങ്ക് ബാലൻസ് കുറവായിരിക്കും, ക്യാഷ് ബുക്ക് അനുസരിച്ച് ബാങ്ക് ബാലൻസ് ഈ 250 രൂപ അല്ലെങ്കിൽ 500 രൂപയുടെ വ്യത്യാസം ഉണ്ടായിരിക്കും. ദെൻ മറ്റൊരു കേസ് നോക്കുക, എമൗണ്ട്സ് ഡയറക്ട്ലി ഡെപ്പോസിറ്റഡ് ഇൻ ദ ബാങ്ക് അക്കൗണ്ട്. ഏതെങ്കിലും കസ്റ്റമേഴ്സ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമ്മുടെ ബിസിനസ്സിന് തരാനുള്ള ക്യാഷ് ഡയറക്റ്റ് ഡെപ്പോസിറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ബാങ്ക് ബാലൻസ് കൂടി നിൽക്കും, ക്യാഷ് ബുക്ക് അനുസരിച്ചുള്ള ബാങ്ക് ബാലൻസ് കുറഞ്ഞു നിൽക്കും. ആ ഒരു ടൈം ഗ്യാപ്പ് കാരണമാണ് അങ്ങനെ സംഭവിക്കുന്നത്. ദെൻ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻസ് കളക്റ്റഡ് ബൈ ബാങ്ക്. ബാങ്ക് നമ്മുടെ നിക്ഷേപത്തിന്, ബാങ്ക് ബാലൻസിന് ഇൻട്രസ്റ്റ് തരുന്നുണ്ട് അല്ലേ? ഇൻട്രസ്റ്റ് നമുക്ക് ക്യാഷായി തരുന്നതിന് പകരം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അത്രയും എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൂട്ടിച്ചേർക്കും. ഇങ്ങനത്തെ സാഹചര്യങ്ങളിലും
ഈ രണ്ട് ബുക്കുകൾ ക്യാഷ് ബുക്കും പാസ്ബുക്കും തമ്മിൽ താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ പാസ്ബുക്ക് ബാലൻസ് കൂടുതലും ക്യാഷ് ബുക്ക് ബാലൻസ് കുറവുമായിരിക്കും. ദെൻ സിക്സ്ത്, ഡയറക്റ്റ് പേയ്മെൻറ്റ്സ് മെയ്ഡ് ബൈ ദ ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് ദ കസ്റ്റമേഴ്സ്. ബാങ്കുകൾ നമുക്ക് പല സർവീസുകളും നൽകുന്നുണ്ട്. നമ്മുടെ KSEB ബില്ലടക്കാൻ വേണ്ടി നമ്മൾ ബാങ്കിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ബാങ്ക് ഓരോ മാസവും ആ KSEB ബില്ല് അടയ്ക്കേണ്ട സമയത്ത് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും അത്രയും എമൗണ്ട് കട്ട് ചെയ്ത് KSEBയിലേക്ക് അടച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മളത് ക്യാഷ് ബുക്കിൽ കൃത്യമായി രേഖപ്പെടുത്താൻ വിട്ടുപോയി കഴിഞ്ഞാൽ ആ ഒരു ടൈം ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് നമ്മൾ അറിയാൻ വൈകിയത് കൊണ്ട് അങ്ങനെ വിട്ടുപോയി കഴിഞ്ഞാൽ ആ സമയത്ത് നോക്കുമ്പോൾ ക്യാഷ് ബുക്ക് കാണിക്കുന്ന ബാങ്ക് ബാലൻസും പാസ്ബുക്ക് പ്രകാരമുള്ള ബാങ്ക് ബാലൻസും വ്യത്യസ്തമായിരിക്കും. ഓക്കെ. ദെൻ ചെക്സ് ഡെപ്പോസിറ്റഡ് ഓർ ബിൽ ഡിസ്കൗണ്ടഡ് ഡിസോണർഡ്. ഒരു ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു അല്ലെങ്കിൽ ഒരു ബില്ല് ഡിസ്കൗണ്ട് ചെയ്യാൻ കൊടുത്തു, ഇത് ഡിസോണർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ നമ്മുടെ ബിസിനസ്സിൽ കിട്ടിയ ഒരു ചെക്ക് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉടൻ ക്യാഷ് ബുക്കിൽ ബാങ്ക് കോളത്തിൽ റെസിപ്റ്റ് കാണിക്കും, ഡെബിറ്റ് ചെയ്യും. അതേസമയം ഈ ചെക്ക് ഡിസോണർ ആയി കഴിഞ്ഞാൽ, ഡിസോണർ ആവുക എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലാത്തൊരു വ്യക്തി നമുക്ക് ചെക്ക് തന്നാൽ ആ ചെക്ക് കളക്ഷന് പോയി കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് നമുക്ക് ആ ക്യാഷ് കിട്ടില്ല. അതിനെ നമ്മൾ ഡിസോണർ ഓഫ് ചെക്ക് എന്നാണ് പറയുക. ആ ചെക്ക് ഡിസോണർ ആയി കഴിഞ്ഞാൽ നമ്മുടെ ക്യാഷ് ബുക്ക് കണക്ക് പ്രകാരം ബാങ്ക് ബാലൻസ് കൂടുതലും പാസ്ബുക്ക് അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ച് ബാങ്ക് ബാലൻസ് കുറവുമായിരിക്കും. ദെൻ ഡിഫറൻസസ് കോസ്ഡ് ബൈ എറേഴ്സ്. മിസ്റ്റേക്കുകൾ കൊണ്ടും എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഒന്ന്, എറേഴ്സ് കമ്മിറ്റഡ് ഇൻ റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻ ബൈ ദ ഫേം. ബിസിനസ്സിൽ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്ന സമയത്ത്, ബാങ്ക് ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്കുകൾ വന്നു പോവുക, വിട്ടുപോവുക, ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ രേഖപ്പെടുത്താൻ വിട്ടുപോവുക. അല്ലെങ്കിൽ എറേഴ്സ് കമ്മിറ്റഡ് ഇൻ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ബൈ ദ ബാങ്ക്. ബാങ്കിൽ ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുന്ന സമയത്ത് ഉണ്ടാകാവുന്ന മിസ്റ്റേക്കുകൾ. ഈ കാരണങ്ങൾ കൊണ്ടും ബാങ്ക് ബാലൻസ് ആസ് പെർ പാസ്ബുക്കും ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കും വ്യത്യാസം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ. ദെൻ പ്രിപ്പറേഷൻ ഓഫ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. എങ്ങനെയാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്? നിങ്ങൾ ശരിക്ക് നമ്മുടെ ബിസിനസ്സിൽ നടക്കുന്ന ബാങ്ക് ഇടപാടുകളെ എങ്ങനെയാണ് ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തുന്നത്, എങ്ങനെയാണ് അത് ബാങ്ക് നമ്മുടെ അക്കൗണ്ടിൽ ബാങ്കിൽ രേഖപ്പെടുത്തുന്നത് എന്ന കാര്യത്തെക്കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച ആദ്യം ഉണ്ടാക്കിയെടുക്കണം. എപ്പോഴും നമ്മുടെ മനസ്സിലത് വേണം. എന്നാൽ മാത്രമാണ് നമുക്ക് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായി ചെയ്യാൻ കഴിയുകയുള്ളൂ. എ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ടേക്കിംഗ് ദ ബാങ്ക് ബാലൻസ് എയ്തർ ആസ് പെർ ക്യാഷ് ബുക്ക് ഓർ ആസ് പെർ പാസ്ബുക്ക് ആസ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ക്യാഷ് ബുക്ക് കാണിക്കുന്ന ബാങ്ക് ബാലൻസ് അല്ലെങ്കിൽ പാസ്ബുക്ക് അനുസരിച്ചുള്ള ബാങ്ക് ബാലൻസ് ഏതെങ്കിലും ഒന്ന് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് എടുക്കണം. എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് സ്റ്റാർട്ടഡ് വിത്ത് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്, ദ ആൻസർ ഈസ് അറൈവ്ഡ് അറ്റ് ഇൻ ദ എൻഡ് വിൽ ബി ദ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. നമ്മൾ ക്യാഷ് ബുക്ക് കാണിക്കുന്ന ബാങ്ക് ബാലൻസ് വെച്ചിട്ടാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ആൻസർ ആയി കിട്ടുന്നത് എന്തായിരിക്കും? ബാങ്ക് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ആയിരിക്കും. ഇനി ജസ്റ്റ് ഓപ്പോസിറ്റ്, ഇഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് സ്റ്റാർട്ടഡ് വിത്ത് ദ ബാങ്ക് ബാലൻസ് ആസ് പെർ ബാങ്ക് പാസ്ബുക്ക്, ബാങ്ക് പാസ്ബുക്കിലെ ബാലൻസ് അനുസരിച്ച് അത് വെച്ചിട്ടാണ് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ആരംഭിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? ദ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്, ക്യാഷ് ബുക്ക് കാണിക്കുന്ന ബാങ്ക് ബാലൻസ് ആയിരിക്കും. എങ്ങനെയെന്ന് എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ദെൻ എ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ ബി സ്റ്റാർട്ടഡ് വിത്ത് എനി ഓഫ് ദ ഫോളോയിങ് ബാലൻസസ് മെൻഷൻ ബിലോ. ഒരു ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്ത് തുടങ്ങുന്നത് താഴെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ബാലൻസ് വെച്ചിട്ടായിരിക്കും. ഒന്ന്, ഡെബിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് ബാലൻസ് നമ്മളതിനെ ഫേവറബിൾ ബാലൻസ് ആണ്. ഫേവറബിൾ ബാലൻസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്. ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ബാങ്ക് കോളത്തിൽ ഡെബിറ്റ് സൈഡാണ് കൂടുതൽ, അഥവാ റെസീപ്റ്റ് സൈഡാണ് കൂടുതൽ, അഥവാ ബാങ്ക് ബാലൻസ് ആണ്, ബാങ്കിലുള്ള ഡെപ്പോസിറ്റ് ആണ്. അപ്പോൾ നമുക്കത് ഫേവറബിൾ ബാലൻസ് ആണ്, ബാങ്ക് ഡെപ്പോസിറ്റ് ഫേവറബിൾ ആണല്ലോ. ദെൻ രണ്ടാമത്തെ കേസ് ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിൻ്റെ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, അഥവാ പേയ്മെൻറ്റ് സൈഡാണ് കൂടുതൽ. അങ്ങനെയാണെങ്കിൽ ക്യാഷ് ബുക്കിൻ്റെ ബാങ്ക് കോളത്തിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്, ഇത് അൺഫേവറബിൾ ബാലൻസ് ആണ്, അഥവാ മൈനസ് ബാലൻസ് ആണ്.
നമ്മളതിനെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്നാണ് പറയുന്നത്. ദെൻ മറ്റൊരു രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെബിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്കിൻ്റെ ഡെബിറ്റ് ബാലൻസ്. ബാങ്കിൻ്റെ ബുക്കിലാണ് നമ്മുടെ ട്രാൻസാക്ഷൻ അവിടെ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ, നമ്മുടെ ബിസിനസ് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ നമ്മുടെ ബിസിനസ് ബാങ്കിൻ്റെ ഡെപ്റ്ററാണ്, അഥവാ ബിസിനസ് ബാങ്കിന് ക്യാഷ് കൊടുക്കാനുണ്ട്. അഥവാ പാസ്ബുക്ക് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അൺഫേവറബിൾ ബാലൻസ് ആണ്, അഥവാ ഓവർ ഡ്രാഫ്റ്റ് ആണ്. ദെൻ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് വെച്ചിട്ടും ആവാം. ബാങ്കിൻ്റെ കണക്കിൽ നമുക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ, നമ്മുടെ ബിസിനസ് ക്രെഡിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നതെങ്കിൽ നമ്മുടെ ബിസിനസ് ബാങ്കിൻ്റെ ക്രെഡിറ്ററാണ്, അഥവാ നമുക്ക് ബാങ്കിൽ നിന്നും ക്യാഷ് കിട്ടാനുണ്ട്, അഥവാ ബാങ്ക് ഡെപ്പോസിറ്റ് ആണ്. ദെൻ നമുക്ക് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് ചെയ്ത് പഠിക്കാം. ഒരു ഇല്ലുസ്ട്രേഷൻ നോക്കുക. സ്റ്റാർട്ടഡ് വിത്ത് ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കിലെ ബാങ്ക് ബാലൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ്. ഫ്രം ദ ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് ഓഫ് മിസ്റ്റർ വിനോദ് പ്രിപ്പയർ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആസ് ഓൺ 31 മാർച്ച് 2017. വിനോദിൻ്റെ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കണം. എന്തൊക്കെയാണ് കാര്യങ്ങൾ തന്നുള്ളത്? ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. വിനോദിൻ്റെ കയ്യിലുള്ള ക്യാഷ് ബുക്കിൻ്റെ ബാങ്ക് കോളം കാണിക്കുന്ന ബാലൻസ് അഥവാ ക്യാഷ് അറ്റ് ബാങ്ക് 50,000 രൂപയാണ്. ചെക്സ് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ് ₹6,000. ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ല. അഥവാ നമ്മൾ ക്യാഷ് കൊടുക്കാനുള്ള ഏതോ ഒരു സപ്ലയർക്ക്, വിനോദ് കൊടുക്കാനുള്ള ഏതോ ഒരു സപ്ലയർക്ക് വിനോദ് 6,000 രൂപയുടെ ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, ചെക്ക് കൊടുത്തിട്ടുണ്ട്. ചെക്ക് കൊടുത്താൽ നമ്മൾ ഉടൻ ക്യാഷ് ബുക്കിൻ്റെ ബാങ്ക് കോളത്തിൽ പേയ്മെൻറ്റ് സൈഡിൽ അത് രേഖപ്പെടുത്തും. അതേസമയം ഈ ചെക്ക് എവിടെ എത്തിയിട്ടില്ല? ബാങ്കിൽ എത്തിയിട്ടില്ല. നമ്മുടെ ബാങ്കിൽ അത്രയും എമൗണ്ട് കുറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കുക. ദെൻ ദ ബാങ്ക് ഹാഡ് ഡയറക്ട്ലി കളക്റ്റഡ് ഡിവിഡൻഡ് ഓഫ് ₹8,000 ആൻഡ് ക്രെഡിറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട് ബട്ട് വാസ് നോട്ട് എൻറ്റേർഡ് ഇൻ ദ ക്യാഷ് ബുക്ക്. ബാങ്ക് വിനോദിന് വേണ്ടി 8,000 രൂപ ഡിവിഡൻഡ് ലാഭവിഹിതം കളക്ട് ചെയ്തിട്ടുണ്ട്. അത് വിനോദിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ എൻട്രി എവിടെ വന്നിട്ടില്ല? ക്യാഷ് ബുക്കിൻ്റെ റെസിപ്റ്റ് കോളത്തിൽ വന്നിട്ടില്ല. ഓക്കെ. ദെൻ ബാങ്ക് ചാർജസ് ഓഫ് ₹400 വേർ നോട്ട് എൻറ്റേർഡ് ഇൻ ദ ക്യാഷ് ബുക്ക്. 400 രൂപ ബാങ്ക് ചാർജ് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബാങ്ക് കുറവ് ചെയ്തിട്ടുണ്ട്, ബാങ്ക് ബാലൻസ് കുറഞ്ഞിട്ടുണ്ട്. ക്യാഷ് ബുക്കിൽ ആ എൻട്രി വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുക. ദെൻ എ ചെക്ക് ഫോർ ₹6,000 വാസ് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ് ബൈ ദ ബാങ്ക്. മിസ്റ്റർ വിനോദ് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ നിന്ന് ഒരു 6,000 രൂപയുടെ ചെക്ക്, ഒരു കിട്ടിയ ചെക്കിനെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബാങ്ക് എന്ത് ചെയ്തിട്ടില്ല? ആ ചെക്ക് കളക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ക്യാഷ് ബുക്ക് അനുസരിച്ച് അത്രയും എമൗണ്ട് ബാങ്ക് ബാലൻസ് കൂടുതലായിരിക്കും. അതേസമയം ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ പാസ്ബുക്കിൽ ഈ ഒരു ചെക്ക് കളക്ഷനായി വരുന്നത് വരെ 6,000 രൂപയുടെ കുറവ് കാണിക്കും. ഓക്കെ, നമ്മൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ഫോർമാറ്റ് നോക്കുക. 2-3 രീതിയിലൊക്കെ അത് ചെയ്യാം. നമ്മളിവിടെ ചെയ്യുന്നത് ഈ രീതിയിലാണ്. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, സീരിയൽ നമ്പർ, പെർട്ടിക്കുലേഴ്സ്, ₹+ ഒരു ആഡ് കോളമാണ്, ₹- ഒരു മൈനസ് കോളമുണ്ട്. നമ്മളൊരു ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്ത് തുടങ്ങുന്നത് ഒന്നുകിൽ ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്, ഇതിലേതെങ്കിലും ഒന്ന് വെച്ചിട്ടാണ്. ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വിവരം ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. വിനോദിൻ്റെ ക്യാഷ് ബുക്ക് പ്രകാരം ബാങ്കിൽ 50,000 രൂപ ഡെപ്പോസിറ്റ് ഉണ്ട്. നമ്മൾ ആദ്യം അത് എഴുതുന്നു. ഒന്ന്, ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്, ഈ പ്ലസ് കോളത്തിൽ എഴുതുക 50,000 രൂപ. ദെൻ ഇനി രണ്ടാമത്തെ വിവരം എന്താണെന്ന് നോക്കാം. ചെക്സ് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ് ₹6,000. ചെക്ക് ഇഷ്യൂ ചെയ്തു, ഏതോ ഒരു സപ്ലയർക്കാണ് നമ്മൾ കൊടുത്തത്. ചെക്ക് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ക്യാഷ് ബുക്കിൻ്റെ പേയ്മെൻറ്റ് സൈഡിൽ ബാങ്ക് കോളത്തിൽ നമ്മൾ ഈ 6,000 രൂപ എഴുതി, അഥവാ നമ്മുടെ ബാങ്ക് ബാലൻസ് 6,000 രൂപ കുറഞ്ഞു. ആ ചെക്ക് പക്ഷേ എന്ത് ചെയ്തിട്ടില്ല? ബാങ്കിൽ കളക്ഷന് വേണ്ടി എത്തിയിട്ടില്ല. അഥവാ ബാങ്ക് ബാലൻസ് ആസ് പെർ ബാങ്ക് അക്കൗണ്ട്, ബാങ്കിൻ്റെ കണക്കിൽ 6,000 രൂപ കൂടുതലായിരിക്കും ബാങ്ക് ബാലൻസ്. നമ്മുടെ ക്യാഷ് ബുക്ക് പ്രകാരമുള്ള കണക്കിൽ ഈ 6,000 രൂപ മൈനസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ക്യാഷ് ബുക്ക് കുറഞ്ഞ് നിൽക്കുകയാണ്, ബാങ്ക് അക്കൗണ്ട് കൂടി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ക്യാഷ് ബുക്ക് സ്റ്റാർട്ട് ചെയ്തു, ക്യാഷ് ബുക്ക് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ക്യാഷ് ബുക്ക് കുറഞ്ഞ് നിൽക്കുന്ന ക്യാഷ് ബുക്കിനെ കൂടി നിൽക്കുന്ന ബാങ്ക് പാസ്ബുക്കിലേക്ക് എത്തിക്കണം.
അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷ് ബുക്കിന് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ എമൗണ്ട് 2 ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ് പ്ലസ് കോളത്തിൽ 6000 രൂപ രേഖപ്പെടുത്തുന്നു. ദെൻ മൂന്നാമതായിട്ട് ദ ബാങ്ക് ഹാഡ് ഡയറക്ട്ലി കളക്റ്റഡ് ഡിവിഡൻഡ് ഓഫ് ₹8,000 ആൻഡ് ക്രെഡിറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട് ബട്ട് വാസ് നോട്ട് എൻറ്റേർഡ് ഇൻ ദ ക്യാഷ് ബുക്ക്. ബാങ്ക് എന്ത് ചെയ്തിട്ടുണ്ട്, വിനോദിന് വേണ്ടി 8000 രൂപ ലാഭവിഹിതം കളക്ട് ചെയ്ത് അക്കൗണ്ടിൽ വരവ് വെച്ചിട്ടുണ്ട്, അഥവാ ബാങ്ക് ബാലൻസ് കൂടി നിൽക്കുകയാണ്. ക്യാഷ് ബുക്കിൽ ഇത് രേഖപ്പെടുത്തിയിട്ടില്ല, അഥവാ ക്യാഷ് ബുക്കിൽ ഇത്രയും എമൗണ്ട് കുറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഈ കുറഞ്ഞു നിൽക്കുന്ന ക്യാഷ് ബുക്കിനെ നമ്മൾ കൂടി നിൽക്കുന്ന ഈ പാസ്ബുക്കിൻ്റെ ബാങ്കിൻ്റെ കണക്കിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ക്യാഷ് ബുക്കിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, പാസ്ബുക്കിലേക്ക് എത്തിക്കാൻ ഇതിനെ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ രേഖപ്പെടുത്തുന്നത് പെർട്ടിക്കുലർ കോളത്തിൽ ഡിവിഡൻഡ് കളക്റ്റഡ് ആൻഡ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക് 8000 രൂപ ഇതോടുകൂടി ആഡ് ചെയ്യുന്നു. ദെൻ അടുത്ത ഐറ്റം എന്താ, ബാങ്ക് ചാർജസ് ഓഫ് ₹400 വേർ നോട്ട് എൻറ്റേർഡ് ഇൻ ദ ക്യാഷ് ബുക്ക്. 400 രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ബാങ്ക് ചാർജസ് ഈടാക്കിയിട്ടുണ്ട്. ആരീടാക്കി, ബാങ്ക് ഈടാക്കി. അഥവാ നമ്മുടെ ബാങ്കിലുള്ള കണക്കിൽ നമ്മുടെ അക്കൗണ്ട് ബാലൻസ് 400 രൂപ കുറഞ്ഞിട്ടുണ്ട്. ക്യാഷ് ബുക്കിൽ ഈ എമൗണ്ട് വന്നിട്ടില്ല. അപ്പോൾ ക്യാഷ് ബുക്കിലുള്ള ഈ എമൗണ്ട് ബാങ്ക് പാസ്ബുക്കിലെ ഈ എമൗണ്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി 400 രൂപ മൈനസ് ചെയ്യണം. അപ്പോൾ മൈനസ് കോളത്തിൽ എഴുതുക. എന്താ എഴുതേണ്ടത്, ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ബൈ ദ ബാങ്ക് 400 രൂപ. ദെൻ അടുത്ത ഐറ്റം, എ ചെക്ക് ഫോർ ₹6,000 വാസ് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ് ബൈ ബാങ്ക്. വിനോദ് എന്ത് ചെയ്തിട്ടുണ്ട്, 6000 രൂപയുടെ ഒരു ചെക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. നമ്മളൊരു ചെക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ ഉടൻ നമ്മുടെ ആ ഡേറ്റിന് ആ കയ്യിലിരിക്കുന്ന ക്യാഷ് ബുക്കിൽ വിനോദിൻ്റെ ബിസിനസ്സിലുള്ള ക്യാഷ് ബുക്കിൽ 6000 രൂപ റെസീപ്റ്റ് കാണിക്കും, ബാങ്ക് കോളത്തിൽ രേഖപ്പെടുത്തും. അഥവാ ക്യാഷ് ബുക്ക് പ്രകാരം ബാങ്ക് ബാലൻസ് കൂടുതലാണ്, അതേസമയം ബാങ്ക് അത് കളക്ട് ചെയ്തിട്ടില്ല, അവിടെ കുറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ക്യാഷ് ബുക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്തതാണ്. അതുകൊണ്ട് ക്യാഷ് ബുക്ക് ഈ ബാങ്ക് ബുക്കിനോട് തുല്യമാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മൈനസ് ചെയ്യുന്നു. ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ് ബൈ ബാങ്ക് ₹6,000. അപ്പോൾ നമ്മുടെ ഈ കാരണങ്ങളൊക്കെ നമ്മൾ ഇവിടെ വെച്ചൊരു ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കി. നമ്മൾ ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ പ്ലസ് കോളം ടോട്ടൽ ചെയ്യുക. 64,000 രൂപയുണ്ട്, മൈനസ് കോളത്തിലേക്ക് മാറ്റി എഴുതി ഇതിൻ്റെ ഡിഫറൻസ് ഈ 64,000-ൽ നിന്ന് മൈനസ് ചെയ്യാനുള്ള ഇത്രയും എമൗണ്ടിനെ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 57,600 കിട്ടിയിട്ടുണ്ട്. ഇതാണ് ബാങ്ക് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ബുക്കിലെ ബാങ്ക് ബാലൻസ് 50,000 ആണ്, അതേസമയം പാസ്ബുക്കിലെ ബാങ്ക് ബാലൻസ് 57,600 ആണ്. ആ ഡിഫറൻസിൻ്റെ കാരണങ്ങൾ ഇവിടെ നമ്മൾ റീകൺസിൽ ചെയ്തിട്ടുണ്ട്, ഇതൊന്ന് കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ഇല്ലുസ്ട്രേഷൻ നമ്പർ 2 സ്റ്റാർട്ടഡ് വിത്ത് ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. ഫ്രം ദ ഫോളോയിങ് particulars of Anil and Company, prepare a bank reconciliation statement as on 31st August 2017. Balance as per cash book 54,000. Bank balance as per cash book 54,000. Then second നോക്കുക, ₹100 bank incidental charges debited to Anil and Company account which is not recorded in the cash book. 100 രൂപ ബാങ്ക് ചാർജസ് ഈടാക്കിയിട്ടുണ്ട്, അഥവാ ബാങ്ക് ബാലൻസ് ആസ് പെർ ബാങ്ക് അക്കൗണ്ട് അഥവാ പാസ്ബുക്ക് അനുസരിച്ചുള്ള ബാങ്ക് ബാലൻസ് കുറഞ്ഞു 100 രൂപ. നമ്മൾ ക്യാഷ് ബുക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്തത്, ഈ പാസ്ബുക്കിലെ ബാലൻസിന് തുല്യമാക്കണം എന്നുണ്ടെങ്കിൽ ഇതിനെ കുറക്കണം, ഇതോടൊപ്പാക്കാൻ വേണ്ടി മൈനസ് ചെയ്യണം. എങ്ങനെ എഴുതുന്നത്, ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ഇൻ ദ പാസ്ബുക്ക് മൈനസ് കോളത്തിൽ ₹100. ദെൻ എ ചെക്ക് ഫോർ ₹5,400 ഈസ് ഡെപ്പോസിറ്റഡ് ഇൻ ദ ബാങ്ക് ബട്ട് നോട്ട് യെറ്റ് കളക്റ്റഡ് ബൈ ദ ബാങ്ക്. 5,400 രൂപയുടെ ഒരു ചെക്ക് അനിൽ ആൻഡ് കമ്പനി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ഉടൻ ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാങ്ക് ബാലൻസ് കൂടി. ബാങ്ക് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ഇവിടെ കുറഞ്ഞു നിൽക്കുകയാണ്. ആ എമൗണ്ട് ബാങ്ക് ഇതുവരെ കളക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ക്യാഷ് ബുക്കിലെ ബാലൻസ് ബാങ്കിനോട് തുല്യമാണെന്നുണ്ടെങ്കിൽ ഇതിന് നമ്മൾ മൈനസ് ചെയ്യണം. ഓക്കെ, നമുക്കിത് എങ്ങനെ എഴുതാം, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ ചെക്സ് ഡെപ്പോസിറ്റഡ് ടു ബാങ്ക് ബട്ട് നോട്ട് ക്രെഡിറ്റഡ് ₹5,400. ദെൻ ഫോർത്ത്, എ ചെക്ക് ഫോർ ₹20,000 ഈസ് ഇഷ്യൂഡ് ബൈ അനിൽ ആൻഡ് കമ്പനി നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. അനിൽ ആൻഡ് കമ്പനി ഒരു സപ്ലയർക്ക് ഒരു ചെക്ക് കൊടുത്തു. ചെക്ക് കൊടുത്താൽ എന്ത് സംഭവിക്കും, നമ്മുടെ ക്യാഷ് ബുക്കിൻ്റെ ബാങ്ക് കോളത്തിൽ പേയ്മെൻറ്റ് സൈഡിൽ എഴുതും.
ഒരു പേയ്മെൻറ്റ് നടത്തി ബാങ്കിൽ നിന്ന്, അഥവാ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ബുക്ക് അനുസരിച്ച് ബാങ്ക് ബാലൻസ് കുറഞ്ഞു. അതേസമയം ഈ ചെക്ക് ഇവിടെ വന്നിട്ടില്ല, ബാങ്കിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ ബാങ്ക് ബാലൻസ് കൂടി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ക്യാഷ് ബുക്ക് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ ക്യാഷ് ബുക്ക് ബാലൻസ് ഒന്ന് കൂട്ടിക്കൊടുക്കണം, അത്രയും എമൗണ്ട്, എന്നാലേ ഇത് തുല്യമാവുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മളിത് എഴുതാം. ചെക്സ് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ് ₹20,000. അപ്പോൾ നമുക്കിവിടെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഈ കാരണങ്ങൾ നമ്മളിവിടെ രേഖപ്പെടുത്തിയൊരു സ്റ്റേറ്റ്മെൻറ്റായി. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, പ്ലസ് കോളം ടോട്ടൽ ചെയ്യുക. ദെൻ പ്ലസ് കോളത്തിൻ്റെ ടോട്ടലിൽ നിന്ന് മൈനസ് കോളത്തിൻ്റെ ടോട്ടലിനെ മൈനസ് ചെയ്യുക. നമുക്ക് 68,500 ഇതിൻ്റെ ആൻസറായി കിട്ടുന്നത്. ഓക്കെ, ഈ 68,500 എന്താണ്? ബാങ്ക് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. ഓക്കെ, ഈ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നതിന് ഓരോ ബാങ്ക് ട്രാൻസാക്ഷനും ബിസിനസ്സിൻ്റെ ക്യാഷ് ബുക്കിൽ ഏത് രീതിയിൽ രേഖപ്പെടുത്തുന്നു, ബാങ്ക് അക്കൗണ്ടിൽ ബാങ്ക് എങ്ങനെ രേഖപ്പെടുത്തുന്നു എന്ന ആ ഒരു വ്യത്യാസം മനസ്സിലാക്കി എന്ത് മാറ്റമാണ് ഓരോ ട്രാൻസാക്ഷനും ക്യാഷ് ബുക്കിലും പാസ്ബുക്കിലും എപ്പോഴൊക്കെ ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞ് ചെയ്യലാണ് നല്ലത്. എന്നാൽ പോലും ചില കുട്ടികൾക്കൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നാറുണ്ട്. അതുകൊണ്ട് അവർക്ക് വേണ്ടി നമുക്കിതിൻ്റെ ഒരു ഷോർട്ട് കട്ട് ഒന്ന് പരിചയപ്പെടാം. ഇഫ് സ്റ്റാർട്ട്സ് വിത്ത് ഡെബിറ്റ് ബാലൻസ് ഓഫ് ക്യാഷ് ബുക്ക്, ദ ഫോളോയിങ് ഐറ്റംസ് ആർ ആഡഡ്. ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാങ്ക് ബാലൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ താഴെ പറയുന്ന സാധാരണ വരാവുന്ന ഐറ്റംസാണ്, അതെല്ലാം ആഡ് ചെയ്യാണ് വേണ്ടത്. എന്തൊക്കെയാണ്? ചെക്സ് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്, ആഡ് ചെയ്യാം. ദെൻ ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക്, ആഡ് ചെയ്യാം. ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ബൈ എ കസ്റ്റമർ ഇൻ ടു ബാങ്ക്, ആഡ് ചെയ്യുക. ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻ എറ്റ്സെട്ര കളക്റ്റഡ് ആൻഡ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക്, ആഡ് ചെയ്യാം. ചെക്സ് പെയ്ഡ് ഇൻ ടു ബാങ്ക് ബട്ട് ഒമിറ്റഡ് ടു റെക്കോർഡ് ഇൻ ക്യാഷ് ബുക്ക്, ആഡ് ചെയ്യാം. അതേസമയം നമ്മുടെ ക്യാഷ് ബുക്ക് അനുസരിച്ച് ഉള്ള ബാങ്ക് ബാലൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്ത ഒരു ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ ഈ കാര്യങ്ങളൊക്കെ മൈനസ് ചെയ്യണം. ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ് ആൻഡ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക്, ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് ഡിസോണേഡ്, ഡയറക്റ്റ് പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് കസ്റ്റമർ, ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ബൈ ദ ബാങ്ക്, ചെക്സ് ഇഷ്യൂഡ് ബട്ട് ഒമിറ്റഡ് ടു റെക്കോർഡ് ഇൻ ദ ക്യാഷ് ബുക്ക്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ക്യാഷ് ബുക്ക് അനുസരിച്ചുള്ള ബാങ്ക് ബാലൻസ്, ദ ഡെബിറ്റ് ബാലൻസ് ഓഫ് ക്യാഷ് ബുക്ക് ആണെങ്കിൽ. ഇഫ് സ്റ്റാർട്ട്സ് വിത്ത് ക്രെഡിറ്റ് ബാലൻസ് ഓഫ് പാസ്ബുക്ക്, ദ ഐറ്റംസ് ആഡഡ് എബവ് ആർ ഡിഡക്റ്റഡ് ആൻഡ് ഡിഡക്റ്റഡ് ആർ ആഡഡ്. നമ്മളിത് ക്യാഷ് ബുക്ക് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്, ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാങ്ക് ബാലൻസ് വെച്ചിട്ട്. അത് നമ്മൾ പാസ്ബുക്ക് അനുസരിച്ചുള്ള ബാങ്ക് ബാലൻസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ പാസ്ബുക്കിലെ ബാലൻസ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ ഇവിടെ ഈ ആഡ് ചെയ്ത ഐറ്റംസ് എല്ലാം ലെസ് ചെയ്യുക, ലെസ് ചെയ്ത ഐറ്റംസ് എല്ലാം ആഡ് ചെയ്യുക. ഇതാണ് അതിൻ്റെ ഷോർട്ട് കട്ട്. നമ്മൾ കാര്യങ്ങൾ ഭംഗിയായി മനസ്സിലാക്കി ചെയ്യലാണ് നല്ലത്. എന്നാൽ പോലും ഷോർട്ട് കട്ടായിട്ടും നമുക്കത് പഠിച്ചു വെക്കാവുന്നതാണ്. ഓക്കെ, ദെൻ ഒരു എക്സാമ്പിൾ. സ്റ്റാർട്ടഡ് വിത്ത് ബാങ്ക് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. പാസ്ബുക്ക് കാണിക്കുന്ന അഥവാ ബാങ്കിൻ്റെ കണക്ക് പ്രകാരമുള്ള ബാങ്ക് ബാലൻസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ്. ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ഓഫ് മിസ്റ്റർ കുമാർ ഈസ് 3,000. നമുക്ക് റീകൺസിലേഷൻ ചെയ്യുന്ന സമയത്ത് ഈ ഓരോ പ്രശ്നങ്ങളും പറയാം. ആദ്യം ബാങ്ക് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് 3,000 എമൗണ്ട് കോളത്തിൽ പ്ലസ് കോളത്തിൽ എഴുതി. അതിൽ ആദ്യത്തെ ഒരു വിവരം നോക്കുക. ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക് ബട്ട് നോട്ട് യെറ്റ് ക്ലിയർഡ്, രാംകുമാർ ₹1,000, കിഷോർ കുമാർ ₹500. രാംകുമാർ തന്ന ചെക്ക് 1000 രൂപ, കിഷോർ കുമാർ തന്ന ചെക്ക് 500 രൂപ. ടോട്ടൽ 1500 രൂപയുടെ ചെക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെന്ത് ചെയ്തിട്ടില്ല, ക്ലിയർ ആയിട്ടില്ല, അഥവാ ആ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, അത്ര എമൗണ്ട് ബാങ്കിൽ വന്നിട്ടില്ല. അഥവാ ബാങ്ക് ബാലൻസ് കുറഞ്ഞു കിടക്കുകയാണ്. ക്യാഷ് ബുക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അത്ര എമൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ക്യാഷ് ബുക്ക് പ്രകാരം ബാങ്ക് ബാലൻസ് കൂടുതലാണ്. ഓക്കെ, നമ്മളിവിടെ ബാങ്ക് കണക്കനുസരിച്ചിട്ടുള്ള ബാങ്ക് ബാലൻസ് വെച്ചാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ക്യാഷ് ബുക്കിനോട് തുല്യമാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, ഈ ബാങ്ക് ബുക്കിൻ്റെ ആ ബാലൻസിനെ ആഡ് ചെയ്യണം. ഓക്കെ, എത്ര രൂപ ആഡ് ചെയ്യണം? ചെക്സ് ഡെപ്പോസിറ്റഡ് ടു ബാങ്ക് ബട്ട് നോട്ട് ക്രെഡിറ്റഡ് ₹1,500, 1500. ദെൻ രണ്ടാമത്തെ കേസ്, ബാങ്ക് ചാർജസ് ₹300. ബാങ്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ബിസിനസ്സിൽ നിന്നും 300 രൂപ ചാർജ് ഈടാക്കിയിട്ടുണ്ട്. അഥവാ ബാങ്ക് ബാലൻസ് കുറഞ്ഞു കിടക്കുകയാണ്. ഈ ബാങ്ക് ബാലൻസ് കുറഞ്ഞു കിടക്കുന്നത് ക്യാഷ് ബുക്ക് അപ്പം എന്തായിരിക്കും, അത് പ്രകാരമുള്ള ബാങ്ക് ബാലൻസ് കൂടുതലായിരിക്കും.
അതിനോട് തുല്യമാക്കണം, ആഡ് ചെയ്യണം. ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ഇൻ പാസ്ബുക്ക് 300. ദെൻ സി, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഹമീദ് ₹2000 ആൻഡ് കപൂർ ₹500. രണ്ട് വ്യക്തികൾക്ക്, ഒരാൾക്ക് 2000 രൂപ, ഒരാൾക്ക് 500 രൂപ ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ചെക്ക് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാഷ് ബുക്കിൽ അത്ര എമൗണ്ട് കുറഞ്ഞു. അതേസമയം ഈ ചെക്ക് എന്ത് ചെയ്തിട്ടില്ല, ബാങ്കിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് ബാങ്ക് ബാലൻസ് കൂടി നിൽക്കുകയാണ്. നമ്മൾ ബാങ്ക് ബാലൻസ് വെച്ചിട്ടാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അത് ക്യാഷ് ബുക്കിനോട് തുല്യമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. എന്താണ് എഴുതുന്നത്? ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ് മൈനസ് ₹2500. ദെൻ ഡി, ഇൻട്രസ്റ്റ് എൻറ്റേർഡ് ഇൻ ദ പാസ്ബുക്ക് ബട്ട് നോട്ട് എൻറ്റേർഡ് ഇൻ ദ ക്യാഷ് ബുക്ക് ₹100. ഇൻട്രസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ബാങ്ക് ഇൻട്രസ്റ്റ് നമ്മുടെ ബാങ്കിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ടിൽ നമ്മുടെ കണക്കിൽ 100 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ക്യാഷ് ബുക്കിൽ അത് അറിഞ്ഞിട്ടില്ല. അപ്പോൾ ബാങ്ക് ബാലൻസ് കൂടി നിൽക്കുകയാണ്. നമ്മൾ ബാങ്കിൽ നിന്നാണ് പുറപ്പെട്ടത്, എത്തേണ്ടത് ക്യാഷ് ബുക്കിലാണ്. അതുകൊണ്ട് ബാങ്ക് ബാലൻസിനെ മൈനസ് ചെയ്യണം 100 രൂപ. ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ഇൻ പാസ്ബുക്ക് ബട്ട് നോട്ട് എൻറ്റേർഡ് ഇൻ ക്യാഷ് ബുക്ക് ₹100. ഇപ്പോൾ നമ്മുടെ എല്ലാ വിവരങ്ങളും പൂർത്തിയായിട്ട് പ്ലസ് കോളത്തെ ടോട്ടൽ ചെയ്യുന്നു. ദെൻ ഈ 4800 നിന്ന് മൈനസ് കോളത്തിൻ്റെ ടോട്ടലിനെ നമ്മൾ കുറക്കുന്നു. ഡിഫറൻസ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ₹2200. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഈ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഈ പ്രോബ്ലംസൊക്കെ എഴുതിയെടുത്ത് പ്രാക്ടീസ് ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഇതുപോലെയുള്ള 1-2 ക്വസ്റ്റ്യൻസ് കൂടി ചെയ്യുക. പരമാവധി നിങ്ങളിതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ലോജിക്ക് കിട്ടുന്നില്ലെങ്കിൽ ഷോർട്ട് കട്ട് നോക്കുക, ലോജിക്ക് പതുക്കെ മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, ബാക്കി നമുക്ക് ഓവർ ഡ്രാഫ്റ്റ് വരുന്ന ഒരു കേസ് അടുത്തൊരു ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് ഈ ചാപ്റ്ററിനെ അവസാനിപ്പിക്കാം. ഓക്കെ.